ഇന്ന് നമുക്ക് ഈ കാണുന്ന വഴുതിരിങ്ങ വെച്ചിട്ട് ഒരു തമിഴ്നാടൻ സ്റ്റൈലിൽ ഒരു കറി വെച്ച് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നോക്കാം. ആദ്യം വഴുതിരിങ്ങ ഇങ്ങനെ ചെറുതായിട്ട് ഫുള്ളായിട്ടല്ലാതെ പാതി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് അങ്ങ് സൈഡ് വെച്ച് വഴണ്ടോട്ട് നമ്മൾ അടുത്ത പാത്രത്തിൽ കുറച്ച് ചെറിയുള്ളി, തക്കാളി, പിന്നെ തേങ്ങ, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണേ. വറുത്തെടുത്തിട്ട് നല്ല അതിൻ്റെ കൂടെ ഒരു ജീരകവും കുരുമുളക് കണ്ടോടുണ്ട്. അതിൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നല്ലപോലെ ഒന്ന് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വഴുതിരിങ്ങ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വരുമ്പോഴാട്ടോ അത് മാറ്റണ്ടേ. എന്നിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ എന്ത് ചെയ്യുക, അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി വെന്തയും ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ അത് നേരെ എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എന്ത് ചെയ്യുക, നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ. അത് വരുന്ന സമയത്ത് നമ്മൾ ഈ വഴുതിരിങ്ങ ഉണ്ടല്ലോ, ആ വഴുതിരിങ്ങ എന്ത് ചെയ്യുക, അതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ എന്താക്കിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോറെടുത്തിട്ട് ആ കറിയും കൂട്ടി എന്ത് ചെയ്യാം, നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ടത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് വീഡിയോയിൽ നോക്കുമ്പോൾ എല്ലാം വേറെ വേറെ രീതിയിലാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ എനിക്ക് ഓക്കെ ആയി തോന്നിയ ഒരു രീതിയാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഒരേ ടൈപ്പ് കറിയല്ലോ, നമുക്ക് എപ്പോഴേലും എന്ത് ചെയ്യാം, നമുക്കൊന്ന് മാറ്റി പിടിച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കാവേ. അപ്പോൾ എന്തായാലും എന്താണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയും. തേങ്ങൻ്റെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യുള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.